കണ്ണെത്താ ദൂരത്ത് മരുഭൂമിയുടെ ഊഷരതയിൽ വിയർത്തൊലിച്ച് പണിയെടുക്കുന്ന ഉപ്പയുടെ കഷ്ടപ്പാടുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ബറാത്ത് രാവിനും ഉമ്മ ചക്കരച്ചോറ് വിളമ്പാറ്. ആ മനുഷ്യൻ രാവും പകലുമില്ലാതെ അവിടെ പൊരിവെയിലത്ത് ചോര നീരാക്കി പണിയെടുത്തിട്ടാ നമ്മളിങ്ങനെ തിന്നണത്. മക്കൾക്കൊരു ചിന്തയില്ല. ഉമ്മയുടെ സ്ഥിരം പല്ലവിയാണെങ്കിൽ കൂടെ ഉമ്മ പറയുന്നത് സത്യം തന്നെയാണ്. ഇശാമഗ്രിബിൻ്റെ ഇടയിലെ യാസീനത്തും ഇശാ നിസ്കാരവും കഴിഞ്ഞ് ചക്കരച്ചോറ് തിന്നാനിരിക്കുമ്പോൾ തങ്ങളോടുള്ള കലവിലയും അനിയനോടുള്ള വീറും വാശിയും കലാപരിപാടികളുമായി കൂടെ ഉണ്ടാവും. വെള്ളച്ചോറിൽ വെളിച്ചെണ്ണയും ഉപ്പും കലർത്തി ഉപ്പേരിയുടെയും കറിയുടെയും കുറവ് നികത്തിയിരുന്ന ഉമ്മയുടെ ചോറിന് ഒരു വേറിട്ട ടേസ്റ്റ് തന്നെയാണ്. അയലത്തെ പാത്തുളാമാൻ്റെ വീട്ടിലേക്കും അവറാങ്കാക്കൻ്റെ വീട്ടിലേക്കും കുറച്ച് കൊണ്ടുകൊടുത്തുവെന്ന് ഉമ്മ പറയും. ഈ ഫൈസൽ ഇഞ്ഞെപ്പോഴാ വരാനാവും. ഇക്ക അന്ന് അരീക്കോട് മജ്മയിൽ പഠിക്കുകയാണ്. ഓൻ വന്നാ ഒന്ന് ദ്വാർപ്പിക്കായിരുന്നു. ഉമ്മ ഇപ്പിയൊക്കെ മരിച്ചു പോയതല്ലേ. അതും പറഞ്ഞ് സിമൻ്റ് തേക്കാത്ത ചുവരിൽ ചാരി നിന്ന് അവരുടെ പഴയകാല ജീവിത പ്രാരാബ്ധ കഥയും ബറാത്ത് നോമ്പുമെല്ലാം പറഞ്ഞ് ഉമ്മ വാചാലയാകും. മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന എനിക്ക് ഇടയ്ക്ക് തട്ടത്തിൻ്റെ തുമ്പുകൊണ്ട് ഉമ്മ കണ്ണ് തുടക്കുന്നത് കാണാം. കഥ വീണ്ടും മരുഭൂമിയുടെ കഷ്ടപ്പെടുന്ന ഉപ്പയിൽ എത്തി നിൽക്കുന്നുണ്ടാകും. ബറാത്തിൻ്റെ ചക്കരച്ചോറും റമദാൻ്റെ പത്തിരിയും ഉപ്പാക്ക് സ്വപ്നമായിരിക്കുമല്ലോ എന്ന ആദി. എല്ലാം കേട്ട് ഉറക്കച്ചടവിലേക്ക് പോകുന്നേരം പുറത്തുനിന്ന് ഉമ്മാ എന്ന ഇക്കയുടെ വിളി വരും. ചക്കരച്ചോറ് വിളമ്പിക്കൊടുത്ത് കൂടെയിരിക്കുന്ന ഉമ്മയോട് മജ്മയിലെ വിശേഷങ്ങളും ഈങ്ങാപ്പിയുടെ കുസൃതിയും ഉളിയിലിൻ്റെ നിജസ്ഥിതിയും ഷെരീഫിൻ്റെ പരിസ്ഥിതിയുമെല്ലാം പറഞ്ഞ് കയ്യും കഴുകി ഇക്ക ദുആ ആരംഭിക്കും. എല്ലാവർക്കും വേണ്ടിയുള്ള നീണ്ട ദുആ. ഞങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് ഉറക്കെ ആമീൻ പറയും. മരണപ്പെട്ടു പോയവരിലേക്കും ബന്ധുക്കളിലേക്കുമെല്ലാം ചക്കരച്ചോറിൻ്റെ മാധുര്യം എത്തിയിരിക്കുമെന്ന അനുഭൂതിയുടെ താളത്തിൽ മദ്രസയിലെ ഉസ്താദിൻ്റെ ബറാത്ത് നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സും നാളത്തെ നോമ്പിൻ്റെ സന്തോഷവും മനസ്സിലലിഞ്ഞ് തറയിൽ വിരിച്ച പുല്ലുപായയിൽ കിടന്ന് ഞാൻ മെല്ലെ ഉറക്കിലേക്ക് വഴുതിപ്പോയിട്ടുണ്ടാകും. ഓർമ്മയിലെ ബറാത്തും ഉമ്മാൻ്റെ ചക്കരച്ചോറുമെന്ന നൂറുദ്ദീൻ ഇക്കയുടെ എഴുത്തിൻ്റെ ശബ്ദാവിഷ്കാരം.